ഇന്നത്തെ വീഡിയോ ഇത്തിരി നീളമേറിയതാണ്. സാധാരണ വീഡിയോകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പറഞ്ഞാലും തീരാത്തത്രയും വിശേഷങ്ങളുള്ള വലിയൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനാലാണ് ഇത്തിരി സമയം ഈ വീഡിയോയിൽ കൂടുതലെടുക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. 10 മീറ്റർ വീതി വരുന്ന BMBC ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി എറണാകുളത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു അൾട്രാ ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടടുത്തായി 14.600 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഫുള്ളി പാക്ക്ഡ് ഹോം തിയേറ്ററും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ അൾട്രാ ലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മുൻപേ സൂചിപ്പിച്ച പ്രകാരമുള്ള 10 മീറ്റർ വീതി വരുന്ന റോഡിൽ നിന്ന് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. കോബിൾ സ്റ്റോണും മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏരിയയെല്ലാം സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് നമുക്ക് ഈ വീടിന് മുൻപിലായി ലഭിക്കുന്നത്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുള്ള വീടെന്ന് വീഡിയോയുടെ ആദ്യത്തിൽ ഭംഗിവാക്കായി പറഞ്ഞതല്ല. അത്രമാത്രം വിശാലമായിട്ടുള്ള സൗകര്യങ്ങളും ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വർക്കിനോട് അത്രമാത്രം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിലും ഡിസൈനിങ്ങിലും എല്ലാം പിന്നിലുള്ളത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് കണ്ടംപററി ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ SUVയും 2 പൂർണ്ണമായും കവേഡായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തെ കാർ പോർച്ചിലായി ലഭ്യമാണ്. വീടിൻ്റെ പിൻഭാഗത്തൊഴിച്ച് മുൻഭാഗത്തും ഇരുവശങ്ങളിലുമായി മനോഹരമായിട്ടുള്ള കോബിൾ സ്റ്റോണുകൾ തന്നെയാണ് പാകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഗാർഡൻ ഏരിയ ഈ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ആസ്വദിക്കാനാകും. മനോഹരമായിട്ടുള്ള കലാത്തിയ ചെടികളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. 2 കവേഡ് SUV കാർ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ 4, 5, 6 വാഹനങ്ങൾ വരെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തായി ലഭ്യമാണ്. അത്രയും വിശാലമായിട്ടാണ് നമുക്ക് ഈ മുൻഭാഗത്തെ മുറ്റം അനുഭവവേദ്യമാവുക. നമുക്കിനി വീടിൻ്റെ വശങ്ങളൊന്ന് ചുറ്റിക്കാണാം. നഗരത്തിൻ്റെ എല്ലാ തിരക്കിൽ നിന്നും വിട്ടുമാറി എന്നാൽ നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്ത് ലഭിക്കുന്ന മനോഹരമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ ഗംഭീര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റ വാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു സ്മാർട്ട് ഹോം എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഒത്തുണുക്കിയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓട്ടോമേഷൻ സൗകര്യമുള്ള മെയിൻ ഗേറ്റിൽ നിന്നുകൊണ്ട് തന്നെ അകത്തെ ആളോട് കണ്ട് സംസാരിക്കുവാൻ സൗകര്യമുള്ള വീഡിയോ കോൾ സംവിധാനങ്ങൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സംവിധാനങ്ങളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. വീടിൻ്റെ പിൻഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടനും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. ഈ വീട്ടിൽ കുടിവെള്ള സ്രോതസ്സായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. സാധാരണ നമ്മൾ പരിചയപ്പെടുത്താറുള്ള വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളരെ വലിയൊരു കിണറാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. കൂടാതെ ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി കണക്ഷനും ലഭ്യമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 500 മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 2 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 6.5 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 11 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് 15 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്ത് സിറ്റ് ഔട്ടിന് സമീപത്തായി മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്.
ബബിൾ സ്റ്റോണുകളെല്ലാം ഇട്ട് കൂടുതൽ ചന്തമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് മാറ്റ് ഫിനിഷ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്ന വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തേക്കും ആഞ്ഞിലിയുമാണ് വീണ്ടും നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ മെയിൻ ഡോർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തേക്കിലാണ്. ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സിസ്റ്റമുള്ള മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലാണ് നമുക്ക് മുൻഭാഗത്തെ മെയിൻ ഡോറിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. വലിയൊരു ലിവിങ് ഏരിയ സ്പേസായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഭാഗം ഉപയോഗപ്പെടുത്താനാവുക. ധാരാളം ഗ്ലാസ് പാർട്ടീഷനുകളൊക്കെയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ ഒരു ലൈറ്റും ഇട്ടില്ലെങ്കിൽ കൂടി പ്രകാശപൂരിതമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ വീട്ടിൽ 3 TV യൂണിറ്റ് വെക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗപ്പെടുത്താനാവുന്നതാണ്. ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എങ്കിൽ കൂടിയും ചിലർ ഈ കാര്യം നമ്മളോട് പ്രത്യേകം മെൻഷൻ ചെയ്ത് ചോദിക്കാറുണ്ട്, ഈ വീട്ടിൽ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്നൊക്കെ. അതുകൊണ്ട് ഒന്നും കൂടി അത് ഊന്നി പറയുകയാണ്, ഈ ലക്ഷൂറിയസ് വീടിന് തീർച്ചയായും 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു 20ഓളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനാകുന്ന വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാൻലിയർ നൽകപ്പെട്ടിരിക്കുന്നു. ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയ ഒരു ക്രോക്കറി ഷെൽഫും നമുക്ക് കാണുവാനായി കഴിയും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിലായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസ് റൂമായിട്ടോ ഇനിയൊരു TV യൂണിറ്റ് വെക്കുന്നതിനുള്ള സൗകര്യമായിട്ടോ അങ്ങനെ ഇനി അതൊരു ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഭാഗം സൗകര്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ഈ ഭാഗവും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ടു ചേർന്ന് ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഭാഗത്തേക്കാണ്. മനോഹരമായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയുള്ളതാക്കിയിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക. മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ലാമിനേറ്റഡ് ആയിട്ടുള്ള ടഫ്ലൻ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൈ കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഈ ഭാഗത്ത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എന്നാൽ ലക്ഷൂറിയസ് ആയിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. മുൻപേ സൂചിപ്പിച്ച പ്രകാരമുള്ള ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഇവിടെ കാണാം. ഈ ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഈ ഭാഗത്ത് ഹൈ ക്വാളിറ്റി ഷട്ടറുകൾ കൊണ്ടുള്ള ഒരു പാർട്ടീഷനൊക്കെ നൽകുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഭാഗം ഉപയോഗപ്പെടുത്താം. നമുക്കിനി കിച്ചണൊക്കെ ഒന്ന് കണ്ടുവരാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 കിച്ചണുകളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ കിച്ചണും ഒന്ന് ക്ലോസ്ഡ് കിച്ചണായിട്ടും. ക്ലോസ്ഡ് കിച്ചൺ എന്ന് വെച്ചാൽ പ്രത്യേകം വാതിലൊന്നുമില്ല, എന്നാൽ ഒരു ഓപ്പൺ കിച്ചണിനോട് സാമ്യതയുള്ള ഒരു ക്ലോസ്ഡ് കിച്ചണായി നമുക്ക് ഈ ഭാഗത്തെയും പരിചയപ്പെടുത്താൻ കഴിയും. വളരെ വിശാലമായിട്ടുള്ള ഒരു പാചക സൗകര്യമാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കുന്നത്. മനോഹരമായിട്ടുള്ള ലക്ഷൂറിയസ് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ച പ്രകാരം മാർക്കറ്റിൽ ലഭ്യമായ ടോപ്പ് ആൻഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടാലും മതിവരാത്ത അപൂർവം വീടുകളാണ് നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവെക്കുവാനായി ലഭിക്കുവാറുള്ളത്. അത്തരത്തിൽ വിരലെണ്ണാവുന്ന വീടുകളിൽപ്പെട്ട ഒരു ഗംഭീര വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കിച്ചണുകളിൽ നിന്നും നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് വീണ്ടും ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം 18 അടി നീളവും 16 അടി വീതിയിലുമാണ്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഭംഗിയുള്ള ഡെഡിക്കേറ്റഡ് മേക്കപ്പ് ഏരിയ യൂണിറ്റും ഒരു ഡ്രസ്സിങ് ഏരിയ യൂണിറ്റുമെല്ലാം ഈ ഭാഗത്ത് ഫുൾ റാക്കഡായി നൽകപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ബാത്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. റോക്ക ബ്രാൻഡാണ്
സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ വീട്ടിൽ മൊത്തം 6 ബാൽക്കണികളാണ് നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾക്കും മനോഹരമായിട്ടുള്ള ബാൽക്കണികൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നെല്ലാം വൈകുന്നേരങ്ങളിലുള്ള കാഴ്ച ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം 18 അടി നീളവും 14 അടി വീതിയിലുമാണ്. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള ഒരു TV വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നു. ഭംഗിയുള്ള ഒരു വലിയ റാക്ക് നൽകിയിട്ടുണ്ട്. മേക്കപ്പ് ഏരിയ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. മുൻപ് സൂചിപ്പിച്ച പ്രകാരം റോക്കയുടെ സാനിറ്ററി ബ്രാൻഡുകൾ തന്നെയാണ് ഈ ഭാഗത്ത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള റോക്ക ബാത്ത് ജെറ്റുകളാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമുകളിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ മുൻപ് സൂചിപ്പിച്ച പ്രകാരം ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ലഭ്യമാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാൽക്കണിയുടെ വിശേഷങ്ങളിൽ നിന്ന് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. തടി കൊണ്ടാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഏതൊരു പ്രായമായ ആൾക്കും അനായാസേന ഫസ്റ്റ് ഫ്ലോറിലേക്ക് നടന്നു കയറാനാകുന്ന സ്ലോപ്പാണ് ഈ സ്റ്റെയറിന് നൽകിയിട്ടുള്ളൂ. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലെത്തിയാൽ ഭംഗിയുള്ള വിരികളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുക. ഭംഗിയുള്ള മിനിമലായിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഭംഗിയുള്ള ഒരു വലിയ ഷാൻലിയർ ഈ ഭാഗത്ത് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. കൈവരികളിലും പൂർണ്ണമായും വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായിട്ടുള്ള ടഫൻ ഗ്ലാസ് കൊണ്ടുള്ള വലിയൊരു പാർട്ടീഷനൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നമുക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമും ഈ ബെഡ്റൂം തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു TV സ്ഥാപിക്കുന്നതിനുള്ള ഭാഗം നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ഫുൾ ലെങ്ത്തിലുള്ള വാർഡ്രോബ് കാണാം. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് കാണുവാനായി കഴിയും. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ സൈസ് പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. മറ്റ് 3 ബെഡ്റൂമുകളിൽ നിന്നും വ്യതിരിക്തമായി ഒരു ബേ വിൻഡോ സൗകര്യമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയുള്ള ഒരു ഭാഗമായി ഈ ഭാഗം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഫുള്ളി ലെങ്ത്തിലുള്ള ഒരു വലിയ വാർഡ്രോബ് കാണാം. മേക്കപ്പ് ഏരിയ യൂണിറ്റ് കാണാം. മുൻപ് സൂചിപ്പിച്ച പ്രകാരമുള്ള ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്നൊക്കെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വിശേഷത്തിലേക്കാണ്. ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റമെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഹോം തിയേറ്റർ റൂമിൽ 6 ചെയറുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഒരു AC നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഹോം തിയേറ്ററിൽ വരാനുള്ളത് പ്രൊജക്ടർ വരുവാനുണ്ട്. സ്പീക്കർ സിസ്റ്റംസ് എല്ലാം വരാനുണ്ട്. അങ്ങനെ ഫുള്ളി പാക്ക്ഡായി തന്നെയായിരിക്കും ഈ വിശാലമായിട്ടുള്ള ഹോം തിയേറ്റർ നമുക്ക് വീട് വാങ്ങുമ്പോൾ ലഭിക്കുന്നത്. വൈകുന്നേരങ്ങളിലെല്ലാം ഇരുന്ന് സൊറ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാമിനേറ്റഡ് ആയിട്ടുള്ള ടഫൻ ഗ്ലാസ്സാണ് താഴെ നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തായി ഭംഗിയുള്ള ഗ്ലാസും നൽകപ്പെട്ടിരിക്കുന്നു. ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ്. വിശാലമായിട്ടുള്ള ഒരു ലെങ്തി ഡിസൈനുള്ള ബാൽക്കണിയാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത്.
വീഡിയോ കാണുന്ന സ്ത്രീജനങ്ങൾക്കുണ്ടാകുന്ന ചെറിയ സംശയത്തിനുള്ള മറുപടിയാണ് ഇനി നമ്മൾ നേരെ പറയുന്നത്. കിച്ചൺ ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി ഏരിയ ഭാഗം സൗകര്യം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇട്ട് നൽകിയിട്ടുണ്ട്. അത് വാങ്ങുന്നവരുടെ ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് എടുക്കുവാനാകുന്നതാണ്. നമുക്കിനി വീടിൻ്റെ വിലയിലേക്കെല്ലാം ഒന്ന് പ്രവേശിക്കാം. 14.600 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഫുള്ളി പാക്ക്ഡ് ഹോം തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 2,98,00,000 രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. മനോഹരമായിട്ടുള്ള ഈ ആർക്കിടെക്ചറൽ വിസ്മയം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പുതുമയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.